മലബാർ കുടിയേറ്റം എന്ന മഹാപ്രയാണത്തിൻ്റെ കഠിന നാളുകൾ. പാല മുത്തോലി പ്ലാക്കാട്ട് കുടുംബത്തിലെ സഹോദരങ്ങളായ സ്കറിയ എന്ന കുഞ്ഞേട്ടനും ജോൺ എന്ന ജോൺ കുട്ടിയും ഏക മനസ്സോടെ ഒരു തീരുമാനമെടുത്തു. നമുക്കും മലബാറിന് പോയാലോ? കന്നിമണ്ണ് തേടിയുള്ള അവരുടെ യാത്ര ആദ്യം തിരുവമ്പാടിയിലും പിന്നെ കൂടരഞ്ഞി വഴിക്കടവിലുമാണ് അവസാനിച്ചത്. ആദ്യ നാളുകൾ അതിസാഹസികവും ദുരിതപൂർണവുമായിരുന്നു. പകൽ മണ്ണിലും രാത്രി ഏറുമാടത്തിലുമായി ജീവിതം. വിയർപ്പിന്റെ വിലയറിയുന്ന മണ്ണ് ചതിച്ചില്ല. വിളക്കുമാടം ഞൊണ്ടിമക്കൾ മറിയം എന്ന മാമി ഇണയും തുണയുമായി ജീവിതസഖിയായപ്പോൾ ജീവിതം പച്ചപിടിച്ചു തുടങ്ങി. ഇവിടെ നമ്മുടെ കുടുംബത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഇച്ചാച്ചന്റെ കുഞ്ഞുപങ്ങൾ അന്നമ്മ ടീച്ചർ, പിന്നീട് സിസ്റ്റർ ആൻസ്ലമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമാമയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. ജോൺകുട്ടി മറിയം ദമ്പതികളുടെ ജീവിത വല്ലരിയിൽ 12 കുസുമങ്ങൾ. അതിൽ 12ാമനായി അവർ ജെയിം എന്ന് വിളിച്ച നമ്മുടെ ഫാദർ ജെയിംസ് പ്ലക്കാർഡ്. 1969 സെപ്റ്റംബർ 28 ജനനം. 10ാം നാൾ കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ മാമോദിസ. തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായി പേരപ്പനും പേരമ്മയും. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. തൊട്ടടുത്ത വർഷം സ്ഥൈര്യലേപനം. കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിൽ വിദ്യാഭ്യാസം. ഹൈസ്കൂൾ പഠനകാലത്ത് അതുവരെ പരിചയമില്ലാത്ത വിദ്യാർത്ഥി രാഷ്ട്രീയവും സമരങ്ങളും കൂടരഞ്ഞി സ്കൂളിലും അരങ്ങേറി. നേതാവായി സമരം നയിച്ചിരുന്നത് ജെയിംസ് ജോൺ ആയിരുന്നു. സമരം അതിന്റെ രൗദ്രഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ അധികൃതർ ആകെ വിഷമത്തിലായി. അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും ഫലമുണ്ടായില്ല. അവസാനം ഹെഡ് മാസ്റ്റർ വീട്ടിൽ വന്ന് ഇച്ചാച്ചനോട്, ജോൺ ചേട്ടാ, നാളെ ജെയിംസിനെ സ്കൂളിലേക്ക് വിടാതിരിക്കാമോ എന്ന് ചോദിച്ചു. ഇതറിഞ്ഞ് ജെയിംസ് പ്രതികരിച്ചത് ഇങ്ങനെ: വേണ്ടി വന്നാൽ സമരം വീട്ടിലേക്കും വ്യാപിപ്പിക്കും. അതോടുകൂടി സമരം അതിന്റെ വഴിക്ക് പോയി. ജെയിംസ് ജോൺ അനിഷേധ്യ നേതാവായി തുടരുകയും ചെയ്തു. 1986 ഉയർന്ന മാർക്കോടെ SSLC വിജയം. തുടർന്ന് തന്റെ സഹോദരി സിസ്റ്റർ റോയിസിന്റെ സന്യസ്ത ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എനിക്ക് അങ്ങയെ മതി എന്ന ദൈവവിളിക്ക് പ്രത്യുത്തരമേകിക്കൊണ്ട് 1986 ജൂൺ 1 മണ്ണുത്തി ഡോൺ ബോസ്കോ ഭവനിൽ സെമിനാരി ജീവിതം ആരംഭിച്ചു. 1987-89 കാലയളവിൽ ആലുവ ഡോൺ ബോസ്കോയിൽ പ്രീ ഡിഗ്രി പഠനം. തുടർന്ന് ഒരു വർഷം ഊട്ടി കോട്ടഗിരിയിൽ നോവിഷേറ്റ്. മെയ് 24 ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിന്റെ തിരുനാൾ ദിവസം പ്രഥമ വ്രത വാഗ്ദാനം നടത്തി. സലേഷ്യൻ സഭയിൽ അംഗമായി. പിന്നീട് 2 വർഷം സേലം ഏർക്കാട് ജ്ഞാനോദയ സലേഷ്യൻ കോളേജിൽ നിന്നും തത്വശാസ്ത്ര പഠനം. 1992 ആലുവ ഡോൺ ബോസ്കോ സെമിനാരിയിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. 1993 മദ്രാസ് സലേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാഫിക് ആർട്സിൽ നിന്ന് പ്രിന്റിംഗ് ടെക്നോളജി ഡിപ്ലോമ. തുടർന്ന് ഒരു വർഷം ഡോൺ ബോസ്കോ വെണ്ണലയിൽ 2ാം വർഷ പ്രാക്ടിക്കൽ ട്രെയിനിങ് പൂർത്തിയാക്കി. 1996 ബാംഗ്ലൂർ ക്രിസ്തുജ്യോതി കോളേജിൽ ചേർന്ന് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. മഹാ ജൂബിലി വർഷമായ 2000 ജനുവരി 1 താമരശ്ശേരി രൂപതയിൽപ്പെട്ട മറ്റ് 6 ഡീക്കന്മാർക്കൊപ്പം ഭാഗ്യ സ്മരണാർത്ഥനായ അഭിവന്ദ്യ ചിറ്റിലപ്പള്ളി പിതാവിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി തിരുപ്പട്ടം സ്വീകരിച്ചു. തുടർന്ന് ജനുവരി 4 കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. തന്റെ അജപാലന ദൗത്യത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് തലശ്ശേരി രൂപതയിലെ മണിക്കടവ് സെന്റ് തോമസ് ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരിയായും തുടർന്ന് അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജ് കമ്മ്യൂണിറ്റിയിലും സേവനമനുഷ്ഠിച്ചു. പിന്നീട് 2002 വരെ വെണ്ണല ഡോൺ ബോസ്കോ ഇഗാക്റ്റീവ് പ്രിൻസിപ്പലായി സേവനം ചെയ്ത ജെയിംസ് അച്ഛൻ 2004 വരെ ഡോൺ ബോസ്കോ കൾച്ചറൽ സെന്ററിന്റെ ഡീൻ ഓഫ് സ്റ്റഡീസും അഡ്മിനിസ്ട്രേറ്ററും ആയി. പിന്നീട് 2008 വരെ ഡോൺ ബോസ്കോ ഇഗാക്റ്റിന്റെ മാനേജറായി പ്രവർത്തിച്ചു. തുടർന്ന് 2010 വരെ ബാംഗ്ലൂർ റൂറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി സേവനം ചെയ്തു. തുടർന്ന് 2012 വരെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ഉപരിപഠനം പൂർത്തിയാക്കി. പിന്നീട്
പിന്നീട് 2016 വരെ മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ വൈസ് റെക്ടറും അഡ്മിനിസ്ട്രേറ്ററുമായി നിയോഗിക്കപ്പെട്ടു. തുടർന്നു വന്ന 6 വർഷം 2022 വരെ കാഞ്ഞങ്ങാട് ചുള്ളിക്കര ഡോൺ ബോസ്കോയിൽ റെക്ടറായി സേവനമനുഷ്ഠിച്ചു. ശേഷം നാളിതുവരെ ബാംഗ്ലൂർ തിരുഹൃദയ സലേഷ്യൻ പ്രൊവിൻസിന്റെ കേരള റീജിയണൽ വൊക്കേഷൻ പ്രൊമോട്ടറായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. സഭാ നേതൃത്വം വൊക്കേഷൻ പ്രൊമോട്ടറായി നിയമിച്ചപ്പോൾ പുറം ലോകം കാണാതെ മീൻ പിടിച്ച് നടന്ന മുക്കുവരെ വിളിച്ച് വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ കർത്താവിൻ്റെ വിളിയായി കരുതി അങ്ങ് ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പുതിയ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അങ്ങയുടെ ഈ ദൗത്യം എത്രമാത്രം ദുഷ്കരമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കോൾക്കൊണ്ട കടലിൽ പായ്വഞ്ചി ഓട്ടുന്നവൻ്റെ ആത്മസംഘർഷം ഞങ്ങൾക്കറിയാം. അപ്പോഴും അമരത്ത് കർത്താവുണ്ട് എന്ന ആത്മബലമാണ് അങ്ങയെ നയിക്കുന്നത് എന്ന് അങ്ങയുടെ കണ്ണുകൾ ഞങ്ങളോട് പറയാതെ പറയുന്നു. ഏറെ ആത്മാർത്ഥതയോടെയും അർപ്പണ മനോഭാവത്തോടെയും തൻ്റെ കടമകൾ നിറവേറ്റുന്ന ജെയിംസ് അച്ഛ, അങ്ങേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാഭിവാദ്യം.